ആ ഗൈസ് ദിലീപ് ഫ്രം കാസർഗോഡ് ഇന്നൊരു വിവാദമായ ചർച്ചയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ വാ, ഇതിൽ നിങ്ങളൊരു ഉത്തരം പറയണം. എന്താ വെച്ചാൽ ഈ വാഹനം ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഡിപ്സ്റ്റിക്ക് ഞാൻ ഉയർത്തുന്ന സമയത്ത് ഇങ്ങനൊരു സൗണ്ട് കിട്ടും. ഇങ്ങനൊരു സൗണ്ട് സാധാരണ കേൾക്കുന്നതിനുള്ള സാഹചര്യം എന്താ വെച്ചാൽ ക്രാങ്ക് കേസ് വെന്റിലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ക്രാങ്ക് കേസ് വെന്റിലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതിന് കാരണം അല്ലെങ്കിൽ ഡയഫ്രം വാൾവ് അല്ലെ PCPൻ്റെ ഓസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജിൽ വരുന്ന ആ വാൾവ് ഇതിലേതെങ്കിലും ഒരു സാധാരണ ഡാമേജ് ആയാലാണ് ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നത്. എൻജിൻ സ്കാൻ ചെയ്തപ്പോൾ നമ്മുടെ ഒരു സിലിണ്ടർ തേർഡ് സിലിണ്ടറിൽ ഒരു മിസ്ഫയറും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് ഈ വാഹനം ചെക്ക് ചെയ്ത സമയത്ത് ഈ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയ കൂട്ടിൻ്റെ ഏരിയ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഇത് കൊച്ചിയിൽ ലിസി ഹോസ്പിറ്റലിന് അടുത്തുള്ളൊരു വാഹനമാണ്. കാരണം നമ്മൾ എല്ലാം പൂർണ്ണമായി അറിവും കഴിവും ഉള്ള നമ്മൾ വണ്ടീനെ വിഴുങ്ങുന്ന ആളുകളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു വണ്ടി നോക്കിയിട്ട് ഇത്തരത്തെ മേജർ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാനുള്ള കഴിവൊക്കെ നമുക്കുള്ളതുകൊണ്ടാണല്ലോ നമ്മളിത് പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിയ വാഹനത്തിന് നമ്മൾ വണ്ടനാണ്, നിങ്ങൾക്കൊരു തേങ്ങ അറിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എൻ്റെ വണ്ടി പെർഫെക്റ്റ് ആണെന്നുള്ളൊരു അവകാശവാദം അദ്ദേഹം എൻ്റെ ക്ലയൻറ്റിനോട് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും വന്ന സ്ഥിതിക്കാണ് ഞാൻ കറക്റ്റ് ഐഡൻറ്റിറ്റി അടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുന്നത് വെച്ചും എന്നെക്കാൾ അറിവും കഴിവുള്ള ഒരുപാട് മെക്കാനിക്കുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ച കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ എന്തായാലും നിങ്ങൾ ചർച്ച ചെയ്യുക. ഈ ഒരു റീസൺ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വണ്ടി റിജക്റ്റ് ചെയ്തു. കാരണം ക്ലയൻറ്റിനോട് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന വണ്ടി ക്രിസ്റ്റൽ ക്ലിയർ വണ്ടിയായിരുന്നാണ് പറഞ്ഞിരുന്നത്, ഷോറൂം കണ്ടീഷൻ ആയിരുന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വണ്ടിയുടെ ബോഡി എന്നെ പറഞ്ഞതിന് വിപരീതമായ രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ചില ആളുകൾ അങ്ങനെയാണ്, നമ്മൾ ശരിയായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയവരെ കുറ്റം പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് ശരിയല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്